بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങളെ ശരി ഇനി വിവാഹത്തിലേക്ക് കിടക്കാൻ അപ്പോൾ വിവാഹത്തിൻ്റെ റുക്ന ഏതാണ് ഷർത്ത് ഏതാണ് റുക്ന മുൻപ് പറഞ്ഞതാണ് റുക്ന എന്ന് പറഞ്ഞാൽ വിവാഹത്തിൽ നിർബന്ധമായി ഉണ്ടാകേണ്ട ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യത്തിനാണ് റുക്ന എന്ന് പറയുന്നത് ഷർത്ത് എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മുൻപ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിവാഹത്തിൻ്റെ റുക്ന എളുപ്പമുള്ള കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അധികം വിശദീകരിക്കാൻ ഇതിലില്ല ചുരുങ്ങിയ ചില വിഷയങ്ങൾ ആളുകൾ ധാരാളം ചിലപ്പോൾ ചോദിക്കാറുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കല്യാണം വരുമ്പോൾ ശ്രദ്ധിക്കാൻ നമ്മൾ പറയേണ്ട കാര്യങ്ങളാണിത് വിവാഹത്തിൻ്റെ റുക്നുകൾ രണ്ട് കാര്യങ്ങളാണ് വിവാഹത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത രണ്ട് സ്തംഭങ്ങളുണ്ട് ഈജാബ് വൽ ഖബൂൽ എന്നാണ് അതിന് പറയാം കല്യാണം കഴിച്ചവർക്കറിയാം വിവാഹം കഴിക്കാനിരിക്കുമ്പോൾ പെൺകുട്ടിയുടെ വാപ്പ പറയും ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു പിന്നെ കല്യാണം കഴിക്കുന്ന പുതിയാപ്പിള പറയും ഞാനത് സ്വീകരിച്ചിരിക്കുന്നു അതിനാണ് ഈജാബ് വൽ ഖബൂൽ എന്ന് പറയാം ഈജാബ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന പെൺകുട്ടിയുടെ രക്ഷാധികാരി പറയേണ്ട വാക്കാണ് ഖബൂൽ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹം ഏൽപ്പിക്കുന്ന ഒരാൾ വിവാഹം കഴിക്കുന്ന വ്യക്തിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക ഒരാളെ ഏൽപ്പിക്കുക വാപ്പാനെ ഏൽപ്പിക്കുക പറയാൻ വേണ്ടിയിട്ട് ഇതിനാണ് ഇജാബ് വൽ ഖബൂൽ എന്ന് പറയുന്നത് ഇതില്ലാതെ വിവാഹം സാധുവാവുകയില്ല ഇത് നിർബന്ധമാണ് വിവാഹത്തിൽ ഇപ്പോൾ ഒരാൾ പറയും ഞാൻ എൻ്റെ മോളെ കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു കേട്ടിട്ട് ചെക്കന് ഒന്നും പറഞ്ഞില്ല മിണ്ടാതെ നിന്നു എങ്കിൽ വിവാഹം സാധുവായിട്ടില്ല വിവാഹം ശരിയായിട്ടില്ല പറയൽ നിർബന്ധമാണ് പറയാൻ നാവ് കൊണ്ട് പറയാൻ സാധിക്കുന്നവൻ നാവ് കൊണ്ട് നിർബന്ധമായി പറയണമെന്നാണ് നിർബന്ധമായും അത് പറയണമെന്നാണ് ചില ആളുകൾ പറഞ്ഞു ഇങ്ങനെ തലകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതിയോ ഞാൻ പറഞ്ഞു പറ്റില്ല തലകൊണ്ട് ആക്കിയാൽ മതിയാവില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് കാരണം നാവ് കൊണ്ട് പറയാൻ പറ്റുന്നത് വിവാഹത്തിൻ്റെ കാര്യമാണ് അതുകൊണ്ട് അവൻ പറയുക തന്നെ വേണം എന്ന് അവർ നിർബന്ധം പറഞ്ഞതായി കാണാം അപ്പോൾ ഇതാണ് ഇജാബ് വൽ ഖബൂൽ നിസ്കാരത്തിൽ വിവാഹത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത രണ്ട് സ്തംഭങ്ങളാണിത് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് പെൺകുട്ടിയുടെ വാപ്പ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ രക്ഷാധികാരി വാപ്പനായിക്കൊള്ളുന്നില്ല അപ്പോൾ വാപ്പ മരിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം അപ്പോൾ പെൺകുട്ടിയുടെ രക്ഷാധികാരി അതുപോലെ തന്നെ വിവാഹം കഴിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അയാളെ ഏൽപ്പിക്കുന്നയാൾ ഇവർ പറയുന്ന വാക്ക് ഏറ്റവും നല്ലത് വിവാഹം എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നതാണ് അറബിയിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും അറബി അറിയാത്ത ആളാണെങ്കിൽ മലയാളത്തിൽ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല അറബി പറയുന്ന ആൾ പിന്നീട് പറയരുത് എനിക്ക് അറിയാത്ത എന്തോ വാക്ക് ഞാൻ പറഞ്ഞു എന്ന് പറയരുത് അത് മനസ്സിലായിരിക്കണം എന്താണ് ഈ പറഞ്ഞത് എന്ന് ഒരുത്തന് ഏതെങ്കിലും ഒരാളെ വാപ്പാനെ കൊണ്ടെടുത്തിട്ട് അറബിയിൽ നിങ്ങൾ ഈ വാക്കൊന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് പറയിപ്പിച്ച് കഴിഞ്ഞാൽ വിവാഹമോ ഇല്ല അയാൾക്കറിയില്ല എന്താ ഞാൻ പറഞ്ഞത് അപ്പോൾ അയാൾക്ക് അറിഞ്ഞിരിക്കണം അയാൾ എന്താ പറയുന്നത് എന്ന് അപ്പോൾ വിവാഹത്തിൽ പെൺകുട്ടിയുടെ വാപ്പ പറയാം ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തന്നിരിക്കുന്നു കല്യാണം കഴിക്കുന്ന പുരുഷൻ പറയാൻ ഞാനത് സ്വീകരിച്ചിരിക്കുന്നു ഞാൻ ഈ വിവാഹം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വ്യക്തമായ പദപ്രയോഗം ഇനി വ്യക്തമായ പദം തന്നെ പറയണമെന്നുണ്ടോ ഇത് ഇന്ന പദം തന്നെ ഉപയോഗിക്കണം ചില പിന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് പൊതുവേ ആൾക്കാർക്ക് ചിലപ്പോൾ പേടി കൊടുക്കും ഞാനവിടെ പോയി പറയാൻ പറ്റുമോ പേടിക്കേണ്ട കാര്യമില്ല ഈ വാക്ക് തന്നെ പറയൽ നിർബന്ധമില്ല പെൺകുട്ടിയുടെ വാപ്പന എനിക്ക് എൻ്റെ മോളെ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മതി വിവാഹത്തിന് പകരമായി ഉപയോഗിക്കാവുന്ന പദമാണത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ ഖലാസ് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഖലാസ് അപ്പോൾ ഈ വാക്ക് നേർക്ക് നേരെ നിക്കാഹിൻ്റെ വാക്ക് തന്നെ ഉപയോഗിക്കണമോ വേണ്ടതില്ല അതിന് പകരമാവുന്ന ഏതെങ്കിലും വാക്ക് ഉപയോഗിച്ചാലും മതിയാകുന്നതാണ് ഈ വാക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരേ സദസ്സിലായിരിക്കണം നടക്കുന്നത് ഒരേ മജ്ലിസിൽ വാപ്പ ഒരു കാര്യം ഒരു വർഷം മുന്നേ ഞാൻ എൻ്റെ മോളോട് കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അവൻ പറയണം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലോ ഇല്ല വിവാഹമായിട്ടില്ല ഒരേ സദസ്സിൽ തന്നെ രക്ഷാധികാരി ഇത് പറയണം ഒരേ സദസ്സിൽ തന്നെ പുരുഷനത് സ്വീകരിക്കുകയും വേണം അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഇതൊക്കെ എന്തുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് വെച്ചാൽ ചിലപ്പോൾ ആളുകൾ തമ്മിൽ പിന്നീട് തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട് ഉദാഹരണത്തിന് ഒരാൾ പറയും ഞാൻ എൻ്റെ ഭാര്യയെ സമ്മതിച്ചാൽ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാം എന്ന് പറഞ്ഞു വിചാരിക്കാം എൻ്റെ മോളെ എൻ്റെ ഭാര്യയെ ഞാൻ ഭാര്യയോട് സംസാരിക്കട്ടെ അവളോട് അവൾ സമ്മതിച്ചാൽ ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തരാം എന്ന് പറഞ്ഞു ഭാര്യ സമ്മതിച്ചു അതോടുകൂടി കല്യാണം ആയോ ഇല്ല ആവില്ല എന്തുകൊണ്ട് ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു കാര്യം
അതിൻ്റെ മേലെ വിവാഹം അത് ആയാൽ ഇങ്ങനെയാകും എന്ന് പറഞ്ഞതുകൊണ്ട് വിവാഹത്തിൻ്റെ വാക്കാവുകയില്ല. ഇതൊക്കെ പിന്നീട് ആൾക്കാർ പറയും ഞങ്ങൾ കല്യാണം കഴിച്ചെന്നല്ലേ. ഇല്ല, കല്യാണം കഴിച്ചെന്നിട്ടില്ല. അപ്പോൾ വിവാഹത്തിൻ്റെ വാക്ക് പറയുമ്പോൾ വ്യക്തമായ വാക്ക് തന്നെ പ്രയോഗിക്കണം. ഈ കാലഘട്ടത്തിൽ ആളുകൾ ചോദിക്കാറുള്ള കാര്യങ്ങളിലൊന്നാണ് ഈ ഫോണിലൂടെയും മറ്റുമൊക്കെ വിവാഹം നടത്താൻ പാടുണ്ടോ എന്നത്. പ്രത്യേകിച്ച് കൊറോണയുള്ള സമയത്ത് ധാരാളം ആളുകൾ ചോദിച്ചിരുന്ന കാര്യമാണ്. ആദ്യ കാലഘട്ടത്തിൽ ലജ്നയുടെയും മജ്മുഅൻ്റെ ഒക്കെ ഫത്വകളിൽ അത് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടുള്ള പലതും ഉണ്ടായിരുന്നു. കാരണം ഇപ്പോഴും അത് ഒരു അർത്ഥത്തിൽ സാധുവാണ്. കാരണം ഇൻ്റർനെറ്റിലൂടെയും മറ്റുമൊക്കെ ആളുകൾക്ക് മറ്റുള്ളവരെ വഞ്ചിക്കാനുള്ള വഴികൾ കൂടുതലാണ്. അപ്പോൾ വഞ്ചനയില്ല എന്ന് വ്യക്തമാകുന്ന രൂപത്തിൽ, ഒരു തെറ്റിദ്ധാരണയും ഇല്ലാത്ത രൂപത്തിൽ ഇത് സാധിക്കുമെങ്കിൽ അത് അനുവദനീയമാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളാണ് എങ്കിൽ നേർക്ക് നേരെയുള്ള രൂപം തന്നെ സ്വീകരിക്കുന്നതാണ് നല്ലത്. കാരണം വിവാഹമാണ്. പിന്നീട് തർക്കങ്ങളോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് പലതും സാധിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഇതിൽ മനസ്സിലാക്കാവുന്ന വിഷയങ്ങളിലൊന്നാണ്, ഒരാൾക്ക് വേണമെങ്കിൽ പിന്നെ ഇപ്പോൾ പെൺകുട്ടിയുടെ രക്ഷാധികാരിയുടെ സ്ഥാനത്ത് നിന്ന് ഈ വാക്ക് പറയാൻ വലിയന് വേണമെങ്കിൽ, വലിയ എന്ന് പറഞ്ഞാൽ രക്ഷാധികാരി, പെൺകുട്ടിയുടെ രക്ഷാധികാരിക്ക് വേറെ ഒരാളെ ഏൽപ്പിക്കാം. അയാളുണ്ടെങ്കിൽ തന്നെയും ഏൽപ്പിക്കാം. അത് ചില സമയത്ത് ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ വാപ്പില്ല, അപ്പോൾ ആങ്ങളയുണ്ട്, പക്ഷേ ഈ പെൺകുട്ടിയെ ചെറിയ പ്രായം മുതലേ വളർത്തിക്കൊണ്ടുവന്നത് ഇന്നയാളാണ്, എളാപ്പയാണ്, ഇന്നയാളാണ്, അല്ലെങ്കിൽ മൂത്താപ്പയാണ്. അപ്പോൾ ആങ്ങളക്കാണ് കൂടുതൽ അടുപ്പമുള്ളത് പെൺകുട്ടിയോട്. ആങ്ങളയുടെ അനുവാദമുണ്ടെങ്കിൽ, ആങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? മൂത്താപ്പാക്ക് വിവാഹത്തിൻ്റെ കൈ പിടിച്ചു കൊടുക്കുക, നമ്മുടെ നാട്ടിൽ പറയാം, കൈ പിടിച്ചു കൊടുക്കുക. ഏൽപ്പിക്കുകയാണെങ്കിൽ, ഏൽപ്പിച്ചിട്ടില്ലെങ്കിലോ, അനുവാദമില്ലെങ്കിൽ ആങ്ങളക്കാണ് കൂടുതൽ അടുപ്പമുള്ളത്, അല്ലെങ്കിൽ വെല്ലിപ്പക്കാണ് കൂടുതൽ അടുപ്പമുള്ളത്. ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ പറയും. അപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ രക്ഷാധികാരം വേറെ ഒരാളെ ഏൽപ്പിക്കാം. ഉദാഹരണത്തിന് വാപ്പ് ഗൾഫിലാണ്, വേണമെങ്കിൽ എന്ത് ചെയ്യുക? വാപ്പാക്ക് വരാൻ പറ്റുന്ന അവസ്ഥയില്ലെങ്കിൽ സഹോദരനെ ഏൽപ്പിക്കാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ വേറെ അവളുടെ രക്ഷാധികാരിയാകാൻ അർഹതയുള്ള ഒരാളെ ഏൽപ്പിക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആളുകൾ പഠിച്ചിരിക്കേണ്ട മസലകളിൽ ഒന്നാണ്, വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒരാൾ തമാശയായി പറഞ്ഞാൽ പോലും അത് കാര്യമായി പരിഗണിക്കപ്പെടും. വിവാഹത്തിൻ്റെ വാക്ക്, തലാഖിൻ്റെ വാക്ക്, അതുപോലെ തലാഖ് ചെയ്തതിന് ശേഷം സ്ത്രീയെ തിരിച്ചെടുക്കുന്ന വാക്ക്, ഈ 3 കാര്യങ്ങളിലും തമാശയില്ല. തമാശക്ക് പറഞ്ഞാലും വിവാഹം അതോടുകൂടി നടന്നു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ജിദ്ദുൻ. 3 കാര്യങ്ങൾ, അത് കാര്യത്തിൽ പറഞ്ഞാലും സാധുവാണ്, തമാശക്ക് പറഞ്ഞാലും കാര്യമാണ്. ആ 3 കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞു. സലാസുൻ ജദ്ദുഹുന്ന ജദ്ദുൻ വഹസ്ലുഹുന്ന ജദ്ദുൻ. 3 കാര്യങ്ങൾ, അതിൽ കാര്യത്തിൽ പറഞ്ഞാൽ അത് കാര്യമാണ്, തമാശയിൽ പറഞ്ഞാൽ കാര്യമാണ്. അൻ നിക്കാഹു വത്തലാഖു വറജഅതു. ഒന്ന് നിക്കാഹാണ്, വിവാഹമാണ്. വിവാഹത്തിൻ്റെ കാര്യം ഒരാൾ പറയുന്നത് തമാശക്ക് പറയാം, ഞാൻ എൻ്റെ മോളെ എനിക്ക് കല്യാണം കഴിച്ച് തന്നിരിക്കണു എന്ന് പറഞ്ഞാൽ അത് തമാശക്ക് പറയാൻ പറ്റില്ല. അതോടുകൂടി വിവാഹമായി, സാധുവായി, പറയാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ നിശ്ചയിച്ചത്? ഇതുപോലെ തന്നെ തലാഖ് തമാശക്ക് പറയാൻ പറ്റില്ല. ഞാൻ തലാഖിലിരിക്കുന്നു, തമാശക്ക് പറയാൻ പാടില്ല. ഇതേപോലെ തന്നെ റജഅത്ത്, തലാഖ് ചൊല്ലിയതിന് ശേഷം തിരിച്ചെടുക്കുക എന്നുള്ളത്. എന്തുകൊണ്ട് തമാശക്ക് പറയാൻ പാടില്ല? കാരണം ഇതിൽ വാക്കുകൾ പറയുന്നതിന് തമാശക്ക് സാധുതയുണ്ട് എങ്കിൽ കോടതിയിൽ ഒരു കാര്യം നിലനിൽക്കില്ല. തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് പറയും ഞാൻ തമാശക്ക് പറഞ്ഞ. ഇത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് എന്നതുകൊണ്ട് തന്നെ ഇതിൽ തമാശക്ക് ഇസ്ലാം സ്ഥാനം കൊടുത്തിട്ടില്ല. ഈ വാക്ക് പറഞ്ഞോ കഴിഞ്ഞു, പിന്നെ അത് ഞാൻ തമാശക്ക് പറഞ്ഞ കളിയായി പറഞ്ഞതാണ്. തലാഖിൻ്റെ കാര്യത്തിൽ വളരെ ഗൗരവമുള്ള വിഷയമാണ്. തലാഖ് ആളുകൾ തീരെ ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ്. എത്രയോ ആളുകളടുത്ത് ചിലപ്പോൾ കാണുന്ന പ്രശ്നമാണ്. ചെറിയൊരു ദേഷ്യം പിടിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്നെ തലാഖ്, ഇപ്പോൾ അത് പഴയ പോലെ ഇല്ല, പക്ഷേ ഞാൻ തലാഖിലിരിക്കുന്നു എന്ന് പറയാം. തലാഖ് ഒരിക്കലും തമാശയുടെ വാക്കല്ല, തമാശക്ക് പറയാൻ പറ്റിയ കാര്യമല്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിച്ചു കഴിഞ്ഞു, തലാഖ് സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ അവൾ എൻ്റെ ഭാര്യയല്ല, അവളെ കാലാവധിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. തമാശയില്ലതിൽ. ഇതേപോലെ തന്നെ വിവാഹത്തിൻ്റെ കാര്യം, അതിൽ തമാശ പറയാൻ പറ്റില്ല. വേറെ ആളോട് പോയിട്ട് എൻ്റെ മോളെ കല്യാണം കഴിച്ചു വന്നിരിക്കുന്നു തമാശക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ
റജാത്ത്. ഈ 3 കാര്യങ്ങളിലും തമാശ പാടില്ല. അതിൽ തമാശ പറഞ്ഞാലും വാക്കായി പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധുവാകുന്നതാണ്. ഇതാണ് വിവാഹത്തിൻ്റെ റുക്നുകളുമായി ബന്ധപ്പെട്ട വിഷയം. രണ്ടാമത്തേത് ഷുറൂത്തുൻ നിക്കാഹ്, നിക്കാഹിൻ്റെ നിബന്ധനകൾ. നിക്കാഹ് ശരിയാകണമെങ്കിൽ പാലിച്ചിരിക്കേണ്ട നിബന്ധനകളുണ്ട്. നിക്കാഹിൻ്റെ നിബന്ധനകൾ 5 കാര്യങ്ങളാണ്. അത് ചുരുക്കി പറയാം. ഒന്നാമത്തെ കാര്യം തഅയീനു സൗജൈൻ, ആരൊക്കെയാണ് വിവാഹം കഴിക്കുന്നത് എന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതായത് പണ്ട് നമ്മൾ പറയും, പിന്നെ അനിയത്തിയെ കാണിച്ച് ജ്യേഷ്ഠത്തിയെ കല്യാണം കഴിപ്പിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ എത്രാമത്തെ മകളാണ്? എനിക്കൊരു മോളുണ്ട്, 4-5 മക്കളുണ്ട്, 4-5 പെൺകുട്ടികളുണ്ട്. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാലാ ആയിക്കോട്ടെ, അങ്ങനെ പറ്റില്ല. ഏത് പെൺകുട്ടിയാണ് കല്യാണം കഴിക്കുന്നത് എന്ന് നീയും അറിഞ്ഞിരിക്കണം, ആരെയാണ് കല്യാണം കഴിക്കുന്നത് എന്ന് പെൺകുട്ടി അറിഞ്ഞിരിക്കണം, ആരെയാണ് വിവാഹം കഴിക്കുന്നത് എന്ന് വ്യക്തമായി നിർണയിച്ചിരിക്കണം. രണ്ടാമത്തെ കാര്യം, വിവാഹം കഴിക്കുന്ന പുരുഷനും സ്ത്രീക്കും ഈ വിവാഹത്തിൽ തൃപ്തി ഉണ്ടായിരിക്കണം. തൃപ്തിയില്ലാത്ത വിവാഹത്തിന് നിർബന്ധിക്കാൻ രക്ഷാധികാരികൾക്ക് അനുവാദമില്ല. മൂന്നാമത്തെ കാര്യം, 2 പേർക്കും, വിവാഹം കഴിക്കുന്ന പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ, വിവാഹത്തിൽ നിന്ന് തടയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവരിൽ ഉണ്ടാകാൻ പാടില്ല. ഉദാഹരണത്തിന് ഒരു സ്ത്രീ വിവാഹിതയാണ്, അപ്പോൾ അവൾ വിവാഹം കഴിക്കാൻ പറ്റുമോ? ഇല്ല. അവൾ വിവാഹിതയാകരുത് എന്നത് വിവാഹം കഴിക്കാനുള്ള നിബന്ധന. അങ്ങനെ ഉണ്ടാവരുത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഉദാഹരണത്തിന് വിവാഹബന്ധം നിഷിദ്ധമായ സ്ത്രീയാണ്, അപ്പോൾ അവളെ കല്യാണം കഴിക്കാൻ പാടില്ല. നാലാമത്തെ കാര്യം, വലിയ ഉണ്ടായിരിക്കണം, രക്ഷാധികാരിയുടെ അനുമതി ഉണ്ടായിരിക്കണം പെൺകുട്ടിയുടെ കാര്യത്തിൽ. 5 സാക്ഷികൾ ഉണ്ടായിരിക്കണം. ഇതാണ് ഷർത്തുകൾ. 5 കാര്യം. ഏതൊക്കെയാണ് 5 കാര്യം? ആരൊക്കെയാണെന്ന് മനസ്സിലാകണം, 2 പേർക്കും തൃപ്തി ഉണ്ടായിരിക്കണം, വിവാഹം തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല, വലിയ ഉണ്ടായിരിക്കണം, സാക്ഷി ഉണ്ടായിരിക്കണം. 5 കാര്യങ്ങൾ. ഏതൊക്കെ 5 കാര്യങ്ങൾ പറഞ്ഞു നോക്കി. 1, വിവാഹം കഴിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് വ്യക്തത ഉണ്ടാവണം. പിന്നെ അവർക്ക് 2 പേർക്ക് തൃപ്തി ഉണ്ടായിരിക്കണം. 3, വിവാഹത്തിൽ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ 2 പേരിൽ ഉണ്ടാവാൻ പാടില്ല. 4, വലിയ ഉണ്ടായിരിക്കണം. 5, സാക്ഷി ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ വിവാഹം സാധുവാകാൻ ആവശ്യമാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, അത് വ്യക്തമാണ്. വിവാഹം കഴിക്കുന്നത് ആരാണ് എന്ന് വ്യക്തമായിരിക്കണം. ഇന്നയാളുടെ മകൾ, ഇത്രാമത്തെ മകൾ, ഇന്നയാളുടെ മകൻ, ഇത്രാമത്തെ മകൻ, ഇത് വ്യക്തമായിരിക്കണം. അവ്യക്തമായി ഒരാളെ വിവാഹത്തിലേക്ക് പ്രവേശിപ്പിക്കരുത്. രണ്ടാമത്തെ കാര്യം, 2 പേർക്കും വിവാഹത്തിൽ തൃപ്തി ഉണ്ടായിരിക്കണം. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അതാണ്. അതുകൊണ്ട് വിവാഹം കഴിപ്പിക്കുന്ന സന്ദർഭത്തിൽ പെൺകുട്ടിയുടെ തൃപ്തിയുണ്ടോ, അതുപോലെ ആൺകുട്ടിയുടെ തൃപ്തിയുണ്ടോ എന്ന് അന്വേഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹദീസുകൾ പറഞ്ഞതായി കാണാം, കന്യകയായ പെൺകുട്ടികൾ അവരുടെ കാര്യത്തിൽ അവരുടെ അനുവാദമെന്നാൽ അവർ നിശബ്ദത പാലിക്കലാണ്. നിനക്ക് ഇന്നൊരു ആലോചന വന്നിട്ടുണ്ട്, ഞാൻ കല്യാണം ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ചോദിച്ചാൽ കന്യകയായൊരു പെൺകുട്ടി അവളുടെ കാര്യത്തിൽ അവളുടെ സമ്മതമെന്നാൽ ഇദ്നുഹ സുക്കൂറ്റുഹ, മിണ്ടാതിരിക്കലാണ്. കാരണം കന്യകയായൊരു പെൺകുട്ടി സ്വാഭാവികമായിട്ട് അവൾക്ക് ലജ്ജയുണ്ടായിരിക്കും. അവളോട് ഞാൻ കല്യാണം കഴിച്ചോളാം വാപ്പ എന്ന് നേർക്കുനേരെ വാക്കുകൊണ്ട് പറയാൻ അവൾക്ക് മടിയുണ്ടായിരിക്കും. പൊതുവെ ഹദീസുകൾ പരിശോധിച്ചാൽ സുബ്ഹാനല്ലാഹ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലജ്ജയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അവിടുന്ന് വിവാഹം കഴിക്കാത്ത ഒരു കന്യക അവളുടെ മുറിയിൽ കഴിയുന്ന, വീട്ടിൽ നിന്നധികം പുറത്തിറങ്ങിയിട്ടില്ലാത്ത ഒരു കന്യകയുടെ ലജ്ജ എപ്രകാരം, അതിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലജ്ജയുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ചെറിയ പെൺമക്കൾ അവർക്ക് ലജ്ജ ഉണ്ടാകുമായിരുന്നു. വിവാഹത്തിന് മുൻപ് അവരുടെ പ്രധാന അടയാളങ്ങളിലൊന്നായി ഹദീസുകളിൽ കാണാവുന്ന ഒരു സ്വഭാവം ലജ്ജയാണ് പെൺകുട്ടികളുടെ കാര്യത്തിൽ. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം പെൺകുട്ടികളിൽ ലജ്ജയാണ്. മോശമായൊരു വാക്ക് പറയാനോ, ഒരു പുരുഷനായിട്ട് സംസാരിക്കാനോ, അന്യനായ ഒരു പുരുഷനായിട്ട് സംസാരിക്കാനോ ഒക്കെ പെൺകുട്ടികൾക്ക് ലജ്ജയുണ്ടായിരിക്കണം. തീരെ അവരതിലേക്ക്, ഇപ്പോൾ കന്യകയായ പെൺകുട്ടികൾ അവരുടെ സമ്മതമെന്നാൽ അവൾ നിശബ്ദത പാലിക്കലാണ്. അവൾക്ക് താല്പര്യമില്ലെങ്കിലോ അവൾ പറയും. എന്നാൽ അതേസമയം സയ്യിബായ വിവാഹമോചിതയായ സ്ത്രീയുടെ കാര്യത്തിലാണെങ്കിൽ അവൾ വാക്കുകൊണ്ട് സമ്മതം ആണ് എന്ന കാര്യം പ്രത്യേകം പറയണം. പക്ഷേ വിവാഹം കഴിച്ച് വിവാഹമോചിതയാണ്, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചതാണ്, അങ്ങനെയുള്ള പെൺകുട്ടിയാണെങ്കിൽ അവളുടെ സമ്മതം നാവുകൊണ്ട് പറയൽ ആവശ്യമാണ്.
അപ്പോൾ ഇതാണ് രണ്ടാമത്തെ നിബന്ധന. മൂന്നാമത്തെ കാര്യം, വിവാഹം കഴിക്കുന്ന പുരുഷനോ സ്ത്രീക്കോ വിവാഹത്തിൽ നിന്ന് തടയുന്ന പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഉദാഹരണത്തിന് മുലകുടി ബന്ധത്തിലുള്ള ആൾക്കാരാവാൻ പാടില്ല, സഹോദരങ്ങളാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ വിവാഹം സാധുവാവുകയില്ല. അതല്ലെങ്കിൽ വിവാഹം കഴിച്ച തലാഖ് ചെല്ലാത്ത, സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് ഒരാൾ അന്വേഷിച്ച വിഷയങ്ങളിലൊന്നാണ് ഒരു പെൺകുട്ടി അവളുടെ ഭർത്താവുമായിട്ട് പിരിഞ്ഞു. പെൺകുട്ടിയുടെ രക്ഷാധികാരി വാപ്പ പെൺകുട്ടിയോട് പറഞ്ഞു, നിന്നെ അവന് തലാഖ് ചെല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ പെൺകുട്ടി വേറെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച് 5-10 വർഷങ്ങൾക്ക് ശേഷമാണ് അന്നത്തെ ഭർത്താവ് പറയുന്നത്, ഞാൻ തലാഖ് ചെല്ലിയിട്ടില്ല. അപ്പോൾ ഇത് അന്വേഷിച്ച് നോക്കിയപ്പോൾ വാപ്പ പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ വേണ്ടി കളവ് പറഞ്ഞതാണ് പെൺകുട്ടി തലാഖ് ചെല്ലിയിട്ടില്ല. ഇത് വളരെ ഗുരുതരമാണ്. ഒരിക്കലും നിസ്സാരമായ കാര്യമല്ല. ആളുകൾക്ക് ഇന്ന് സുബ്ഹാനല്ലാഹ് ഇത്തരം കാര്യങ്ങൾ വളരെ നിസ്സാരമായിട്ടുണ്ട്. പെൺകുട്ടി കല്യാണം കഴിച്ചു പോയി, ആ വിവാഹം അസാധുവാണ്. ഇത്ര വലിയ ഉപദ്രവമാണ് ചെയ്തതെന്ന് നോക്കുക നിങ്ങൾ. അപ്പോൾ വിവാഹത്തിൽ പരസ്പരം അവരെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് മുലകുടി ബന്ധത്തിൻ്റെ കാര്യം. മുല കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓർത്തു വെക്കണം, മറന്നു പോകരുത്. കാരണം മറന്നു പോയി കഴിഞ്ഞാൽ സഹാബികളുടെ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളിലൊന്നാണിത്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് അവരറിയുന്നത് മുലകുടി ബന്ധത്തിലെ സഹോദരങ്ങളാണ് എന്ന്. അങ്ങനെ അവരുടെ ബന്ധം വേർപിരിക്കുകയുണ്ടായത്. അപ്പം അത് ശ്രദ്ധിക്കണം. മുലകുടി ബന്ധത്തിൽ അവർക്ക് ബന്ധങ്ങളുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തണം. ഇപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞേക്കണം, ഒരാൾ ചെറിയ പ്രായത്തിൽ ഒരു നാട്ടിൽ താമസിച്ചിരുന്നു. ആ നാട്ടിൽ നിന്ന് ഏതോ ഒരു സ്ത്രീയുടെ മുലപ്പാൽ കുടിച്ചിട്ടുണ്ട്. ഏത് സ്ത്രീയുടെ മുലപ്പാൽ കുടിച്ചതെന്ന് ഓർമ്മയില്ല. അല്ലെങ്കിൽ ആ സ്ത്രീയുടെ മുലപ്പാൽ പലരും കുടിച്ചിട്ടുണ്ട്. ആ കുടിച്ച ആളുകൾ പെൺകുട്ടികളൊക്കെ ആ നാട്ടിലുള്ള ആൾക്കാരാണ്, അയാൾക്കറിയാം. എങ്കിൽ ആ നാട്ടിൽ നിന്ന് അയാൾ കല്യാണം കഴിക്കാൻ പാടില്ല. കാരണം എന്താ, ചിലപ്പോൾ അയാൾ മുലകുടി ബന്ധത്തിലുള്ള ആളായിരിക്കും കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് കല്യാണം കഴിക്കരുത്. അപ്പോൾ ശ്രദ്ധിക്കണം. അവനറിയില്ലെങ്കിൽ അവിടെ പോയി വിവാഹം കഴിക്കരുത്, വേറെ നാട്ടിൽ പോയിട്ട് വിവാഹം കഴിക്കുക. സുബ്ഹാനല്ലാഹ്, വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞ സന്ദർഭങ്ങളും മറ്റുമൊക്കെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊന്ന്, വഉഹില്ല ലക്കും മാ വറാഅ ദാലിക്കും, ഇത്ര സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. വഉഹില്ല ലക്കും മാ വറാഅ ദാലിക്കും, ഇതിനു പുറത്തുള്ള പെൺകുട്ടികളെല്ലാം നിങ്ങൾക്ക് അനുവദനീയമാണ്. ആകെ കുറച്ച് പേരെ പറ്റാത്തുള്ളൂ. പലപ്പോഴും ഈ പ്രേമത്തിലും മറ്റുമൊക്കെ അകപ്പെട്ട് വീട്ടിൽ പ്രശ്നങ്ങളിലും മറ്റുമൊക്കെ ഉണ്ടാകുന്ന ആളുകൾ ചിന്തിക്കേണ്ട ആയത്തുകളൊന്നാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഹില്ല ലക്കും മാ വറാഅ ദാലിക്കും, നിങ്ങൾക്ക് ഇത്രയും സ്ത്രീകൾ ദുനിയാവിലുണ്ട്. നിൻ്റെ വിചാരം ഈ ലോകത്ത് ഈ ഒരൊറ്റ സ്ത്രീ മാത്രമേ നിനക്ക് പറ്റുള്ളൂ? എത്ര വലിയ അബദ്ധത്തിലാണ് ഒരാളുള്ളത്. ഇവള് മാത്രമേ നിനക്ക് പറ്റുള്ളൂ. എന്നിട്ട് അങ്ങനെ ആരെങ്കിലും പ്രേമിച്ച് വിവാഹം കഴിച്ച് മരിക്കുന്നത് വരെ ഒരു നിമിഷം പോലും ഒരു അതൃപ്തി ഇല്ലാതെ ആരെങ്കിലും വിവാഹം ജീവിതം നയിച്ചിട്ടുണ്ടോ? ഇല്ല. ഏത് വിവാഹങ്ങളിലും പിൽക്കാലഘട്ടത്തിൽ എന്തുണ്ടായിട്ടുണ്ട്? ചെറിയ അനിഷ്ടങ്ങളും ചെറിയ പ്രയാസങ്ങളും പരസ്പരമുള്ള ഒക്കെ ഉണ്ടായിരുന്നു. ഉഹില്ല ലക്കും മാ വറാഅ ദാലിക്കും, ഇതിന് പുറത്തുള്ള എത്ര സ്ത്രീകളുണ്ട്. ചില ആളുകൾ ചിലപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഈ രോഗം കടന്നുകൂടിക്കഴിഞ്ഞാൽ, പ്രേമം എന്ന രോഗം കടന്നുകൂടിക്കഴിഞ്ഞാൽ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞേക്കണം, ശിർക്കിലേക്ക് മനുഷ്യനെത്തിക്കുന്ന അസുഖങ്ങളിൽപ്പെട്ടതാണ് ഈ അസുഖം, പ്രണയം എന്ന അസുഖം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആളുകൾ ചിലപ്പോൾ വേറെ എന്തെല്ലാം ചെയ്താലും ദീൻ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത ജനങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ഇതിനു വേണ്ടി ദീൻ ഉപേക്ഷിക്കും. മാത്രമല്ല ആളുകൾ ചിലർ ലൈല മജ്നൂൻ എന്ന് കേട്ടില്ല നിങ്ങൾ? അയാൾക്ക് ഭ്രാന്തായിപ്പോയതാണ്. അവസാനം ഒരു സ്ത്രീയോടുള്ള ഇഷ്ടം കാരണത്തിലേക്ക് ഭ്രാന്തായിപ്പോയി. അവൾക്ക് ഇവനോട് ഇഷ്ടമില്ലാത്തതിന് അയാൾക്ക് ഭ്രാന്തായിപ്പോയി. അയാൾ അവസാനം ലൈലയുടെ ഒരു കഥയുണ്ട്, പറയപ്പെടുന്ന കഥയാണ്. ഈ ലൈലയെ പ്രേമിച്ച് ലൈലയെ കിട്ടാതായി. അവസാനം ഒരിക്കൽ അയാൾ അങ്ങാടി നിൽക്കുമ്പോൾ ലൈലയുടെ നായ കൊണ്ട് നടന്നു വന്നു. അപ്പോൾ ഇയാൾ ലൈലയെ ഓർത്തുകൊണ്ട് ഈ നായയുടെ പിറകിലായി അങ്ങനെ നടന്നുപോയി. അപ്പോൾ കുറച്ച് ആൾക്കാരോട് നിസ്കരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ നിസ്കരിക്കുന്ന ആളുകൾ അവർ ശ്രദ്ധിച്ചു, ഈ മജ്നൂൻ ലൈലയുടെ നായയും നോക്കി നടന്നു പോകുന്നത്. അപ്പോൾ അവർ നിസ്കാരം കഴിഞ്ഞിട്ട് ഇയാൾ തിരിച്ചു വരുമ്പോൾ അയാൾ പറഞ്ഞു, ഈ ആൾക്കാർ ചോദിച്ചു, നീയല്ലേ ഈ ലൈലയുടെ നായയുടെ പിറകെ ഇങ്ങനെ നടക്കുന്നത് കണ്ടല്ലോ, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? അപ്പോൾ ഈ മജ്നൂൻ പറഞ്ഞത്രേ, എനിക്ക് ലൈലയുടെ നായയോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് നിങ്ങളെ നിസ്കാരത്തിലില്ല. കാരണം ഞാൻ ലൈലയുടെ നായ നോക്കി നടന്നപ്പോൾ നിങ്ങളെപ്പോലും കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ നിസ്കാരത്തിൽ
ലൈലയുടെ നായനെയും കണ്ടു, എന്നെയും കണ്ടിട്ടുണ്ട്. പ്രണയം ആളുകളെ എത്തിക്കുന്ന അപകടം വളരെ വലുതാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാലാമത്തെ കാര്യം അൽ വലി, രക്ഷാധികാരിയുടെ അനുമതി വേണം. അത് പെൺകുട്ടിയുടെ കാര്യത്തിൽ. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കാൻ രക്ഷാധികാരിയുടെ അനുമതി വേണം. ഇത് വളരെ ഗൗരവപ്പെട്ട കാര്യം. വിശുദ്ധ ഖുർആനിൽ സ്ത്രീകളുടെ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴെല്ലാം അള്ളാഹു പറഞ്ഞത് വലാ തുൻകിഹുൽ മുശ്രിക്കീൻ, നിങ്ങൾ ബഹുദൈവാരാധകർക്ക് നിങ്ങളുടെ പെൺമക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കരുത് എന്ന് സ്ത്രീകളോട് അള്ളാഹു പറഞ്ഞില്ല. നിങ്ങൾ ബഹുദൈവാരാധകരായ പുരുഷന്മാരെ വിവാഹം കഴിക്കരുത് എന്ന് സ്ത്രീകളോട് പറഞ്ഞില്ല. പിന്നെ അള്ളാഹു പറഞ്ഞത് നിങ്ങളുടെ സ്ത്രീകളെ ബഹുദൈവാരാധകരായ പുരുഷന്മാർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കരുത്. തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു വലാ തഅദുലൂഹുന്ന അൻ യൻകിഹ്ന അസ്വാജഹുന്ന ഇദാ തറാദു ബൈനഹും ബിൽ മഅറൂഫ്. തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീ അവളുടെ പഴയ ഭർത്താവിൻ്റെ അരികിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾ അവരെ തടഞ്ഞു വെക്കരുത്. അതിൻ്റെ അർത്ഥം എന്താ? പെൺകുട്ടിയുടെ അധികാരം ആരുടെ കയ്യിലാണ്? രക്ഷാധികാരിയുടെ കയ്യിലാണ്, വലിയൻ്റെ കയ്യിലാണ്. ഈ രൂപത്തിലുള്ള ആയത്തുകൾ ധാരാളം ഖുർആനിൽ കാണാം. പണ്ഡിതന്മാർ പറഞ്ഞു സ്ത്രീയുടെ കാര്യത്തിൽ വലിയില്ലാതെ നിക്കാഹ് സാധുവാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുത്തെ ഹദീസിൽ കാണാം ലാ നിക്കാഹ ഇല്ലാ ബി വലി, വലിയില്ലാതെ രക്ഷാധികാരിയില്ലാതെ നിക്കാഹ് ഇല്ല, വിവാഹമില്ല. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു അയ്യു മംറഅത്തിൻ നകഹത് ബിഗൈരി ഇദ്നി വലിയിഹാ ഫനികാഹുഹാ ബാത്തിൽ. ഒരു സ്ത്രീ രക്ഷാധികാരിയുടെ അനുമതി ഇല്ലാതെ വിവാഹം കഴിച്ചാൽ അവളുടെ നിക്കാഹ്, അവളുടെ വിവാഹം അസാധുവാണ്. ഈ കാലഘട്ടത്തിൽ ഒളിച്ചോടുന്ന പെൺകുട്ടികൾ, അങ്ങനെയുള്ള ആളുകൾ അവർ ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചിരിക്കേണ്ട ആളുകൾ, പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. മുസ്ലിങ്ങളായ ചില ആൾക്കാരാണ് പോയിട്ട് എന്ത് ചെയ്യുന്നത്, ഒളിച്ചോടാൻ പോകുന്നത്. വലിയൻ്റെ അനുമതിയില്ല, നീ രജിസ്റ്റർ മാരേജ് ചെയ്തുകൊണ്ട് വിവാഹം ഇസ്ലാമിലെ വിവാഹമായിട്ടില്ല. സ്ത്രീയുമായി അനർഹമായ അള്ളാഹു നിഷിദ്ധമാക്കിയ ബന്ധത്തിലാണ് നീ ഏർപ്പെടുന്നത്. ഇപ്പോൾ വിവാഹം സാധുവാകണമെങ്കിൽ വലിയൻ്റെ അനുമതി വേണം. അതാകട്ടെ സുബ്ഹാനല്ലാഹ്, ആളുകൾക്ക് ഈ പറയുന്ന വിധി മനസ്സിലാക്കാൻ എന്താണ് ഇത്ര പ്രയാസം? മറ്റുള്ളവരുടെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചുകൊണ്ടിരുമ്പോൾ വലിയ വിപ്ലവം പറയുന്ന ആരെങ്കിലും അവനവൻ്റെ പെൺകുട്ടിയെ ഇതേപോലെ വിവാഹം കഴിപ്പിച്ചു വിടാൻ തയ്യാറാവും? ആരെങ്കിലും ഒന്ന് കെട്ടിപ്പോയിക്കോട്ടെ, നാട്ടിൽ ഒരു ജോലിയും കൂലിയില്ലാതെ നടക്കുന്ന ഏതെങ്കിലും ഒരു എൻ്റെ മകളെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. നിനക്കൊരു മകൾ ജനിച്ചാൽ അവൾ എന്തായിരിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നു, അത് മറ്റുള്ളവരുടെ മക്കളുടെ കാര്യത്തിൽ നീ ആഗ്രഹിക്കേണ്ടതല്ലേ? അപ്പോൾ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ അവൾക്ക് വലിയൻ്റെ അനുമതി ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ്. ശരി, വലിയ എങ്ങനെയുള്ള ആളായിരിക്കണം? വലിയൻ്റെ കാര്യത്തിൽ പാലിക്കേണ്ട പല നിബന്ധനകളുണ്ട്. എല്ലാ നിബന്ധനകളും ഞാൻ പറയുന്നില്ല. പ്രധാനപ്പെട്ട ഒരു നിബന്ധന, വലിയ വിവാഹത്തെക്കുറിച്ച് ധാരണയുള്ള ആളായിരിക്കണം, ഒരു വിവേകമുള്ള മനുഷ്യനായിരിക്കണം. പെൺകുട്ടിയുടെ ആവശ്യങ്ങൾ എന്താണ്, വിവാഹം എന്തിനാണ്, ഒരു പെൺകുട്ടിക്ക് യോജിച്ച വരൻ ആരാണ് എന്നതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളായിരിക്കും. ചില ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. ആരാണ് കൂടുതൽ മഹർ തരുന്നത്, അല്ലെങ്കിൽ ഒരു അർത്ഥവുമില്ലാത്ത കാര്യങ്ങൾ പരിശോധിക്കുന്ന ആളുകളാണ്. വലിയ പെൺകുട്ടിയുടെ പ്രയോജനം എന്താണ്, ഏതിലാണ് എന്നത് തിരിച്ചറിയാൻ കഴിവുള്ള വിവേകമുള്ള ആളായിരിക്കണം എന്നത് വലിയൻ്റെ നിബന്ധനകളിലൊന്നായി പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ പുരുഷനായിരിക്കണം. ഉമ്മാക്കൊരിക്കലും പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പെങ്ങന്മാർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. മറിച്ച് വലിയ പുരുഷനായിരിക്കണം. അത് നിശ്ചയിക്കപ്പെടാൻ പല കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, പുരുഷനാണ് സ്ത്രീയുടെ സംരക്ഷണാധികാരമുള്ളത്, സ്ത്രീക്കല്ല. ഒരു വീട്ടിൻ്റെ സംരക്ഷണം ആരുടെ കയ്യിലാണ്? പുരുഷൻ്റെ കയ്യിലാണ്. ഈ ഫെമിനിസ്റ്റ് ഐഡിയോളജി ഇതൊക്കെ പറയുന്ന ആളുകൾ എല്ലാവരും ഏതാണ്ട് അംഗീകരിക്കുന്ന കാര്യമാണത്. വീട്ടിലൊരു പാതിരാത്രി ഒരു ഒച്ച കേട്ടു വീട്ടിൻ്റെ പുറത്ത്, ആരാണ് പുറത്തിറങ്ങി നോക്കുക? പെൺകുട്ടികളാണോ? സ്ത്രീകളാണോ പുറത്തിറങ്ങുക? അല്ല പുരുഷനാണോ പുറത്തിറങ്ങുക? ആരാണ് പുറത്തിറങ്ങേണ്ടത്? പുരുഷനാണ് പുറത്തിറങ്ങേണ്ടത്. എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണത്. അപ്പം അയാൾക്കാണ് സംരക്ഷണമുള്ളത്, അയാളുടെ മേലാണ് സംരക്ഷണം ബാധ്യതയായിട്ടുള്ളത്. അതുകൊണ്ട് അയാളുടെ കയ്യിലാണ് സ്ത്രീകളുടെ വിവാഹത്തിൻ്റെ അധികാരം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയും അവളുടെ രക്ഷാധികാരിയും ഒരേ ദീനിൽ ഉള്ളവരായിരിക്കണം. പെൺകുട്ടി മുസ്ലിമാണെങ്കിൽ മുസ്ലിമായ വാപ്പാക്കെ മുസ്ലിമായ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാനുള്ള അധികാരമുള്ളൂ. പെൺകുട്ടി മുസ്ലിമായി വാപ്പ കാഫിറാണ് എങ്കിൽ വാപ്പയുടെ അനുമതി കല്യാണത്തിൻ്റെ കാര്യത്തിൽ ആവശ്യമില്ല. വാപ്പ കഴിഞ്ഞ് അടുത്ത ആളെ നോക്കുക. ഒരാൾ മുസ്ലിമായിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ വിധി നമുക്ക് പിന്നെ പറയാം. അല്ലെങ്കിൽ വാപ്പ മുർത്തദ്ദാണ്,
അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. അയാൾക്ക് വിലായത്തില്ല, അധികാരമില്ല. അപ്പം എങ്ങനെ മുർത്തദ്ദാവാം? എത്ര ആളുകൾ സുബ്ഹാനല്ലാഹ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അല്ലല്ല ഞാൻ മുസ്ലിമൊന്നല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അവനെ പിടിച്ചിട്ട് വാപ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവനെ നിക്കാഹിന് വലിയ തിരുത്താൻ പറ്റില്ല. മുസ്ലിമായ ഒരാൾക്ക് മുകളിൽ കാഫിറായ ഒരാൾക്ക് അധികാരം നൽകാൻ പറ്റില്ല. നീ നിസ്കരിക്കാത്ത ആൾ, തീരെ നിസ്കരിക്കുന്നില്ല, അവനെ പിടിച്ച് വലിയാക്കാൻ പറ്റില്ല. നിസ്കാരത്തിന് വലിയാക്കാൻ പാടില്ല. പെൺകുട്ടിയുടെ വാപ്പയായി ആണെങ്കിൽ ആരാവട്ടെ പെൺകുട്ടിയുടെ രക്ഷാധികാരിയായി അവനെ വെക്കാൻ പറ്റില്ല. അപ്പോൾ മുസ്ലിമായ പെൺകുട്ടിക്ക് മുസ്ലിമായ രക്ഷാധികാരിയാണ് വേണ്ടത്. ശരി, വാപ്പ മുസ്ലിമാണ്, പെൺകുട്ടി കാഫിറാണെങ്കിലോ? പെൺകുട്ടിയുടെ വിവാഹം വാപ്പക്ക് നടത്താൻ പറ്റില്ല. കാരണം കാഫിറായ ഒരാളുടെ വിവാഹം, ഒരു പെൺകുട്ടിയുടെ വിവാഹം മുസ്ലിമായ ഒരാൾക്ക് നടത്തി കൊടുക്കേണ്ടതില്ല. അപ്പോൾ ദീന്, വലിയൻ്റെ ദീനും പെൺകുട്ടിയുടെ ദീനും ഒന്നായിരിക്കണം. ദീന് വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല, രണ്ടുപേരും ഒരേ ദീനിലായിരിക്കണം. അപ്പം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇഹ്റാമിലായിരിക്കെ വിവാഹം നടത്തി കൊടുക്കാൻ പാടില്ല. ആളുകൾക്ക് പൊതുവെ അറിയുന്ന വിധികളിലൊന്നാണ്. അതുപോലെ മറ്റൊരു നിബന്ധന ചിലർ പറഞ്ഞത്, അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതായിരിക്കണം. ഒരാളെ ഭീഷണിപ്പെടുത്തി എൻ്റെ മകളെ കല്യാണം കഴിച്ചു തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ കൊല്ലോടാ എന്ന് പറഞ്ഞു, വിവാഹം സാധുവാവില്ല. ഇപ്പം നാട്ടിലങ്ങനെ നടക്കാറുണ്ട്. അല്ലെങ്കിൽ പെൺകുട്ടികളെ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും എന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ട് വിവാഹം കഴിപ്പിച്ചു. അങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ വിവാഹം കഴിപ്പിക്കുന്നത് ഒരിക്കലും സാധുവാവുകയില്ല. ആരാണ് വലിയ ആകേണ്ടത്? വലിയ ആകേണ്ടത് 3 രൂപത്തിലാണ് വരിക. അതിൽ പ്രധാനപ്പെട്ടത് മാത്രം പറയാം, കുടുംബബന്ധമാണ്. ഒരു പെൺകുട്ടിയുടെ രക്ഷാധികാരിയാകാൻ ഏറ്റവും അർഹതയുള്ളത് വാപ്പക്കാണ്. പിന്നെ അതിനുശേഷം ആരാണ്? പൊതുവേ പണ്ഡിതന്മാർക്കുള്ള യോജിപ്പുള്ളത്, വാപ്പ കഴിഞ്ഞാൽ ചില മദ്ഹബുകളിൽ മകനാണ്, ചില മദ്ഹബുകളിൽ വാപ്പയുടെ വാപ്പയാണ്, വല്ലിപ്പയാണ്. വല്ലിപ്പ എത്ര മുകളിലേക്ക് പോയാലും. പിന്നെ മകൻ, ചിലർ പറഞ്ഞു സഹോദരൻ. ഏതായാലും ഈ പറഞ്ഞ ആളുകൾ അടുത്തുള്ളവരാണ്. വാപ്പ, സഹോദരൻ, മകൻ. സഹോദരൻ്റെ കാര്യത്തിൽ എന്ത് പരിഗണിക്കണം? വാപ്പയും ഒത്ത സഹോദരൻ ആരെക്കാൾ മുകളിലാണ്? വാപ്പ മാത്രം ഒത്ത സഹോദരനേക്കാൾ മുകളിലാണ്. എങ്ങനെയാണ് വിലായത്ത് ശ്രദ്ധിക്കേണ്ടത്? ഇത് ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇത്ര മാത്രമേ ആ വിഷയം പറയാം. ശരി, ഒരു പെൺകുട്ടി മുസ്ലിമായി, അവളുടെ കുടുംബം മുഴുവൻ കാഫിരിങ്ങളാണ്. അവളുടെ വിവാഹം എങ്ങനെ നടത്തി കൊടുക്കുക? ഇസ്ലാമിക രാജ്യത്താണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ അസ്സുൽത്താനു വലിയു മല്ല വലിയ ലഹു, രക്ഷാധികാരി ഇല്ലാത്ത ആളുകൾക്ക് സുൽത്താൻ, ഇസ്ലാമിക ഭരണാധികാരി വലിയാണ്. അപ്പോൾ മുസ്ലിം ഭരണാധികാരി അവളുടെ വിവാഹം നടത്തി കൊടുക്കാം. അല്ലെങ്കിൽ അദ്ദേഹം ഏൽപ്പിക്കുന്ന ആൾ, അത് നാട്ടിലുള്ള എല്ലാവരും വിവാഹം നടത്താൻ കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അദ്ദേഹം ഏൽപ്പിക്കുന്ന ആളാരാണ്? ഖാദിമാരാണ്. ഖാദിമാർക്ക് വിവാഹം നടത്തി കൊടുക്കാം. നമ്മുടെ നാടുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, മുസ്ലിം ഭരണാധികാരി ഇല്ല. അപ്പോൾ എന്തു ചെയ്യും? അപ്പോൾ ഒന്നല്ലെങ്കിൽ ഖാദിമാരെ ലഭിക്കുമെങ്കിൽ അവരെ കൊണ്ട് വിവാഹം നടത്താം, മുസ്ലിമായ പെൺകുട്ടിയെ വിവാഹം നടത്താൻ അവർക്ക്. അതല്ലെങ്കിൽ ഇസ്ലാമിക മർക്കസുകളുണ്ടാകും. ഉദാഹരണത്തിന് മുസ്ലിമാകാനും മറ്റുമൊക്കെ ദീനിലേക്ക് വരുന്ന ആളുകളെ പഠിപ്പിക്കാനും മറ്റുമൊക്കെയുള്ള സ്ഥാപനങ്ങളും മറ്റുമൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അപ്പോൾ അത് കൊണ്ടടക്കുന്ന ഒരാൾ, അതല്ലെങ്കിൽ മസ്ജിദിലെ ഖത്തീബ്, അല്ലെങ്കിൽ മഹല്ലിലെ ഒരു തലമുതിർന്നയാൾ, ഇവർക്കൊക്കെ പെൺകുട്ടിയുടെ വലിയാകാൻ അർഹതയുണ്ട്. അപ്പോൾ ഇവർ വിവാഹം നടത്തി കൊടുത്താൽ മതിയാകും. ഒരു ഖത്തീബ് അങ്ങനെയുള്ള ആളുകൾ വിവാഹം നടത്തി കൊടുക്കും. സാധാരണക്കാർ ഇത്തരം കാര്യങ്ങൾ പൊതുവെ ഏറ്റെടുത്ത് നടത്താതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചിലപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ എന്തെങ്കിലും ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കുന്ന അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഒരു ദീനിനെ കുറിച്ച്, വിധിവിലക്കുകളെ കുറിച്ച് ധാരണയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അവർക്ക് വലിയാകാം. ഒരു വലിയ പെൺകുട്ടിയുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കാം. അതല്ലെങ്കിൽ അവൾക്ക് താല്പര്യമില്ലാത്ത, ഇസ്ലാമികമായി യാതൊരു മര്യാദകളും പാലിക്കാത്ത ഒരുത്തനെ എന്തെങ്കിലും അവൻ്റെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നെന്ന് വിചാരിക്കാം. നാട്ടിൽ നടക്കാറുള്ള കാര്യമാണിത്. ചിലപ്പോൾ മദ്യപാനത്തിലുമൊക്കെ അകപ്പെട്ട ആളുകൾ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അവരുടെ പെൺമക്കളെ ചിലപ്പോൾ ആർക്കെങ്കിലും കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. പെൺകുട്ടികളുടെ കാര്യം തീരെ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളത്. അത്തരം അവസ്ഥകളിൽ അയാൾക്ക് വിലായത്തിന് അധികാരമില്ല. പെൺകുട്ടിയുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ അയാൾക്ക് യാതൊരു അധികാരമില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞായി കാണാം, അത്തരം സന്ദർഭങ്ങളിൽ പെൺകുട്ടിയുടെ താല്പര്യമില്ലാതെ അവൾ വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ അത് വലിയ അല്ലെങ്കിൽ ഖാദി അറിഞ്ഞു കഴിഞ്ഞാൽ ആ വിവാഹം പെൺകുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ വേർപിരിക്കൽ ഖാദിയുടെ മേൽ നിർബന്ധമാണ്.
ഇസ്ലാം സ്ത്രീയുടെ ഇത്തരം അവകാശങ്ങളെക്കുറിച്ച് ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഇത് പറഞ്ഞത്. 5ാമത്തെ നിബന്ധന സാക്ഷികൾ ഉണ്ടാവുക എന്നുള്ളതാണ്. വിവാഹത്തിന് സാക്ഷികൾ ഉണ്ടായിരിക്കുക. സാക്ഷികളുടെ കാര്യത്തിൽ ഒരു മുസ്ലിം ആയിരിക്കുക, ഒരു സാക്ഷ്യം പറയാൻ അർഹതയുള്ള ആളുകളായിരിക്കുക എന്നത് പാലിക്കേണ്ടതുണ്ട്. ഇതാണ് വിവാഹത്തിൽ സാക്ഷികൾ ഉണ്ടാവുക എന്നതിൽ ശ്രദ്ധിക്കണം. 5 കാര്യങ്ങൾ പറഞ്ഞു. ഈ 5 കാര്യങ്ങളും വിവാഹത്തിൻ്റെ ഷർത്തുകളാണ്. നമ്മുടെ നാട്ടിൽ ഈ വിവാഹം രജിസ്റ്റർ ചെയ്യുക എന്നുള്ള പരിപാടിയുണ്ട്. അത് നിർബന്ധമാണോ? അല്ലാഹു അലം. ലജ്നത്ത് ദായിമയുടെ ഫത്വകളിൽ വന്നിട്ടുള്ളത് വിവാഹവുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ ഇത്തരം സർട്ടിഫിക്കറ്റുകളില്ലെങ്കിൽ, പിന്നീട് നേടിയെടുക്കാൻ സാധിക്കില്ലെങ്കിൽ അത് ചെയ്യലാണ് അനിവാര്യമായിട്ടുള്ളത്. പിന്നീട് തർക്കമുണ്ടാവാൻ ഈ കാലത്ത് പ്രത്യേകിച്ചു വിവാഹം കഴിച്ചതിന് പിന്നീട് ചിലപ്പോൾ തർക്കങ്ങളും മറ്റും ഉണ്ടായിക്കഴിഞ്ഞാൽ വിവാഹത്തിന് സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. എങ്കിൽ വിവാഹം അതിന് കൃത്യമായ രജിസ്റ്റർ ചെയ്യുക എന്നത് ആവശ്യമാണ്. കാരണം പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവകാശങ്ങൾ ചിലപ്പോൾ തടയപ്പെടുന്ന അവസ്ഥകളുണ്ടായിരിക്കാം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് വിവാഹത്തിൻ്റെ സന്ദർഭങ്ങളിൽ ഇത് ചെയ്യൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലതാണ്. ഒരാളത് ചെയ്തിട്ടില്ലെങ്കിലോ, അല്ല വിവാഹം അസാധുവാണെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല, വിവാഹം അസാധുവല്ല. ഇസ്ലാമികമായ നിബന്ധനകൾ പാലിക്കുന്നിടത്തോളം കൊണ്ട് വിവാഹം സാധുവാണ്, പക്ഷേ വിവാഹം സഹീഹാണ്, പക്ഷേ ചെയ്യുന്നതാണ് നല്ലത്. ശ്രദ്ധിക്കാവുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, വിവാഹം കഴിക്കുമ്പോൾ പരസ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ആളുകളറിയാം. വിവാഹം ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് നടത്തുക. ഒരു രഹസ്യമായി ഒരു മുറിയുടെ ഉള്ളിൽ 2 ആൾക്കാർ കൂടിയിട്ട് അങ്ങനെ ചെയ്യൽ. വിവാഹം ആളുകളറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന വിവാഹങ്ങളിൽ ദഫ് മുട്ടാറുണ്ടായിരുന്നു എന്നാണ്. ഈ ദഫ് മുട്ടിയിരുന്നതിൻ്റെ ലക്ഷ്യമായി പറയുന്ന കാര്യങ്ങളൊന്ന് വിവാഹം ആളുകൾക്കിടയിൽ പരസ്യമാവുക എന്നുള്ളതാണ്. ആൾ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അനുവദനീയമായ രൂപത്തിൽ ആളുകളെ വിളിച്ച് ജനങ്ങളെ അറിയുന്ന രൂപത്തിൽ വിവാഹം നടത്തുക, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല ഉപകാരങ്ങൾ അതുകൊണ്ടുണ്ട്. ഒന്ന്, ഇസ്ലാമിലെ വിവാഹമെന്ന ഷിആർ, ദീനിൻ്റെ അടയാളം ആളുകൾക്കിടയിൽ ഉണ്ടാവുക എന്നുള്ളത്. മാത്രമല്ല പരസ്പരം ജനങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാനും സന്തോഷം പങ്കുവെക്കാനൊക്കെയുള്ള അവസരമാണത്. വലീമ കൊടുക്കുക എന്നുള്ള സുന്നത്താണ്, അത് സാധിക്കും. അതുപോലെ തന്നെ ഒരു മോശമായ ബന്ധത്തിൽ ഒരാൾ ഏർപ്പെട്ടാലാണ് പൊതുവെ അയാൾ എന്ത് ചെയ്യുക? രഹസ്യമാക്കി വെക്കുക കാര്യങ്ങൾ. അപ്പോൾ അതിന് വിരുദ്ധമാക്കുക എന്നത് പരസ്യമായി എല്ലാവരും അറിയിച്ചുകൊണ്ട് വിവാഹം കഴിക്കുക എന്നുള്ളത് അവൻ്റെ അഭിമാനത്തിന് സംരക്ഷണം നൽകുന്ന കാര്യമാണ്. ഇത് 1ാം വിവാഹത്തിൽ പൊതുവെ ആൾക്കാർ ശ്രദ്ധിക്കും. നാട്ടിൽ നടക്കുന്ന പ്രധാന വിഷയങ്ങളിലൊന്നാണ് രഹസ്യമായി 2ാം വിവാഹം കഴിക്കുക എന്നുള്ളത്. ആർക്കേ അറിയുള്ളൂ? അവനും ഭാര്യയ്ക്കും മാത്രം ചിലപ്പോൾ അറിയുന്നുണ്ടാവുള്ളൂ, വേറെ സാക്ഷികൾ പോലും ഉണ്ടാവില്ല. അത് പാടില്ല. 2ാം വിവാഹം കഴിക്കുമ്പോൾ ഈ പ്രശ്നം ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. വിവാഹം പരസ്യപ്പെടുത്താതിരിക്കാനാണ്. വിവാഹം പരസ്യപ്പെടുത്തുന്ന ഷർത്തല്ല, വിവാഹം സഹീഹാവുള്ള നിബന്ധനയല്ല, സുന്നത്താണ്. എങ്ങനെ വിവാഹം പരസ്യപ്പെടുത്തുക? വിവാഹം കഴിക്കുന്ന ആൾ, പിന്നെ അതുപോലെ രക്ഷാധികാരി, സാക്ഷികൾ, കുറച്ച് ആളുകൾ അവരുടെ ബന്ധത്തിൽ. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, വിവാഹം കഴിഞ്ഞ ശേഷം ആരോടും പറയരുത് എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വെക്കുന്ന വിവാഹങ്ങളാണ് നിക്കാഹുസ്സർ, രഹസ്യ വിവാഹം. ആരോടും പറയരുത് എന്ന് പറഞ്ഞു. അത് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ കറാഹത്തായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. സഹാബികൾ തന്നെ അവരുടെ കാലഘട്ടത്തിൽ കറാഹത്തായി എണ്ണി പറഞ്ഞ കാര്യങ്ങളിലൊന്നാണ് നിക്കാഹുസ്സർ, രഹസ്യമായി വിവാഹം കഴിക്കുക എന്നുള്ളത്. അതിൽ വലിയ അപകടങ്ങളൊന്ന്, ഇവൻ മരിച്ചു കഴിഞ്ഞാൽ, എങ്ങാനും ആ സ്ത്രീയുടെ വീട്ടിൽ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ, 1ാമത്തെ കാര്യം അവനെക്കുറിച്ച് ആളുകൾ തെറ്റിദ്ധരിക്കുക എന്നുള്ളതാണ്. ആൾക്കാർക്ക് അറിയില്ല അവൻ വിവാഹം കഴിച്ച കാര്യം. അപ്പം വേറൊരു സ്ത്രീയുടെ മുറിയിൽ പോയിട്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവൻ്റെ സഹോദരങ്ങളും ഇവൻ്റെ ഭാര്യയും ഇവൻ്റെ കുട്ടികളൊക്കെ അവർക്കുണ്ടാകുന്ന നെട്ടിലാലോചിച്ച് നോക്കും. ആൾ മരിച്ചത് തന്നെ ഒരു വിഷയം. അതിൻ്റെ ഒപ്പം ഇതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ തോന്നും. 2ാമത്തെ കാര്യം, അവൻ വിവാഹം കഴിച്ച 2ാമത്തെ ഭാര്യ, അവർക്ക് പലപ്പോഴും അവകാശങ്ങൾ തടയപ്പെടും. ഇവൻ്റെ ഭാര്യയാണ് എന്ന് തെളിയിക്കാൻ ഈ സ്ത്രീ പ്രയാസപ്പെടേണ്ടി വരും, ആൾക്കാർ അറിഞ്ഞിട്ടില്ലെങ്കിൽ. അയാൾക്ക് അനന്തരാവകാശത്തിൽ അർഹതയുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. വിവാഹം രഹസ്യമാക്കരുത്, പരസ്യമാക്കുക. 3ാമത്തെ കാര്യം, അത് ഈ പറഞ്ഞതിന് പുറമെ സഹോദരങ്ങളെ മരിച്ചു പോകുന്ന സന്ദർഭത്തിൽ
നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ കുറച്ചധികം കാലം പ്രാർത്ഥിക്കാൻ സാധ്യതയുള്ള ആൾക്കാർ ഒന്ന് നിൻ്റെ ഭാര്യ, പിന്നൊന്ന് നിൻ്റെ മക്കളാണ്. ഇവരെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തിക്കൊണ്ട് മരിക്കാതിരിക്കുക പരമാവധി. കാരണം നിനക്ക് വേണ്ടി ആകെ ദുആ ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് ആൾക്കാർ വരാം. ബാക്കി എത്ര പേര് നിന്നെ ഓർക്കും? എത്ര പേര് ഓർക്കും? ഇവിടെ ഒന്നില്ലെങ്കിൽ നീ വിവാഹം കഴിക്കുമ്പോൾ അറിയിച്ചിട്ട് വിവാഹം കഴിക്കാം. ഇത് രഹസ്യമായിട്ട് വിവാഹം എന്തായാലും ഒക്കെ അറിയൂ, പിന്നെ രഹസ്യമായിട്ട് വിവാഹം കഴിക്കുന്നത് അത് ചിലപ്പോൾ കൂടുതൽ അപകടങ്ങളാണ് ഉണ്ടാക്കുക. വലിയ പ്രശ്നങ്ങൾ പിന്നീട് അത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വിവാഹം കഴിക്കണേ അറിയിച്ചിട്ട് കഴിക്കാം. ഏതായാലും നീ അത് ചെയ്യുന്നുണ്ട്, പിന്നെ ആൾക്കാരെ അറിയിച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ രഹസ്യമായി വിവാഹം കഴിക്കുന്നത് കൊണ്ട് പല പ്രശ്നങ്ങളുണ്ട്. അതിലൊരു കാര്യം, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ സാധ്യതയുള്ള ഏറ്റവും അധികം കാലം പ്രാർത്ഥിക്കാൻ സാധ്യതയുള്ള ഒന്ന് നിങ്ങളുടെ ഭാര്യയും, രണ്ട് നിങ്ങളുടെ മക്കളുമാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ദീന് പഠിപ്പിക്കുന്ന വല്ല ഉസ്താദോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ധാരാളം സദഖ ചെയ്ത സമ്പന്നനോ ആകണം എന്ന് ചിലപ്പോൾ അവർ പ്രാർത്ഥിക്കും. അതല്ലെങ്കിൽ ജനങ്ങൾ വേഗം മറക്കും ആൾക്കാരെ കുറിച്ചിട്ട്. എത്ര ആൾക്കാരെ നമ്മളെ തന്നെ പഠിപ്പിച്ച ഉസ്താദ്മാർ മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹ് നമുക്ക് പുറത്തു തരട്ടെ. നമ്മൾ അവർക്ക് വേണ്ടി എത്ര നമ്മൾ ദുആ ചെയ്യാറുണ്ട്. സുബ്ഹാനല്ലാഹ് എന്ന അത്ഭുതപ്പെടുത്ത ഹദീസുകളിലൊന്നാണ് അബൂദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്ക്. അദ്ദേഹം പറഞ്ഞതായി കാണാം, എൻ്റെ സഹോദരങ്ങൾ 70 പേർക്ക് വേണ്ടി ഓരോ സുജൂദുകളിലും, അതായത് രാത്രിസ്കാരങ്ങളുടെ സുജൂദുകളിൽ ഞാൻ പേരെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. 70 ആൾക്കാർക്ക് വേണ്ടി. അബൂദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹം സഹാബിയാണ്. സഹാബിമാരുടെ കൂട്ടത്തിൽ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി 70 പേർക്ക്. അങ്ങനെയുള്ള ആളുകൾ ഈ കാലത്ത് ആരുള്ളത്, എവിടെയുള്ളത് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ? നമ്മളുടെ ഉസ്താദ്മാർ മരിച്ചുപോയി. എത്ര ഉസ്താദ്മാർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യാറുണ്ട്? എത്ര പേർക്ക് വേണ്ടി നമ്മൾ ഹറമിലെത്തിയ പ്രാർത്ഥിക്കാറുണ്ട്? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, എത്ര പേർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യാറുണ്ട്? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ വളരെ കുറവാണ് ഈ കാലഘട്ടത്തിൽ. അവനവന് വേണ്ടി തന്നെ ദുആ ചെയ്യുന്ന ആളുകൾ കുറവാണ്. പിന്നെ മറ്റുള്ളവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ, അതിൽ തന്നെ കുറച്ച് ആൾക്കാർ നമ്മളെ ഓർക്കുള്ളൂ. നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആളുകളെ കടുത്ത പ്രയാസത്തിലാക്കി മരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അവരുടെ ദുആ നമ്മളെ സഹായിക്കുന്നതാണ്. മക്കളാണെങ്കിലും അതുപോലെ തന്നെ ഭാര്യയാണെങ്കിലും ചിലപ്പോൾ ഭർത്താവാണെങ്കിലും ആരാണ് ആദ്യം മരിക്കാൻ പറയാൻ പറ്റില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയോട് ചെയ്ത നന്മ നോക്കൂ. ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചതിന് ശേഷം എപ്പോഴെല്ലാം ആടിനെ അറുത്താലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തേക്കുമായിരുന്നു എന്നാണ്. ആലോചിച്ച് നോക്കി, എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്? എത്ര വർഷം കഴിഞ്ഞിട്ടാണ്. അവിടുന്ന് ഖദീജ ചെയ്ത നന്മ മറക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഒരു അള്ളാഹുവിൻ്റെ റസൂലാണ്. പക്ഷേ തനിക്ക് ചെയ്ത ഒരു നന്മയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു നൽകിയ പ്രതികരണം നോക്കൂ. അവിടുന്ന് വഫാത്തായതിനു ശേഷം എത്ര കാലമാണ് ഖദീജ മരിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം ഓർക്കുന്നത്. ഒരിക്കൽ ഖദീജയുടെ സഹോദരിയായ ഹാല റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് പ്രവേശിക്കാൻ അനുവാദം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു ഖദീജയെ ഓർത്തുപോയി. ഒരാൾ നമുക്ക് ചെയ്ത നന്മ അതിന് തിരിച്ചുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളോടൊരാൾ നന്മ ചെയ്താൽ ഫകാഫിഊഹും, നിങ്ങൾ അവർക്ക് തിരിച്ച് നന്മ ചെയ്യണം. നിങ്ങൾക്ക് അവർക്ക് തിരിച്ച് നന്മ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് പകരമായി നന്മ ചെയ്തു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് വരെ നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ എത്ര പേർക്ക് വേണ്ടി ചെയ്യാറുണ്ട്? ആളുകൾ ജസാക്കല്ലാഹ് ഖൈർ എന്ന വാക്കിൻ്റെ ഗൗരവം വളരെ കുറഞ്ഞു കാണുന്നൊരു കാലമാണിത്. ഏറ്റവും ചുരുങ്ങിയ അതെങ്കിലും പറയാം. ഒരാൾ നമുക്ക് നന്മ ചെയ്താൽ, ചിലപ്പോൾ ഒരാൾ വലിയ കാര്യം ചെയ്തിട്ടുണ്ടാവും, അയാൾ ഓർക്കുമ്പോൾ പറയാം ജസാഹുല്ലാഹു ഖൈറൻ, ജസാഹുല്ലാഹു ഖൈറൻ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മര്യാദയാണ്. ഒരാൾ നമുക്ക് നന്മ ചെയ്താൽ അയാൾക്കൂടി ദുആ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളത് പകരം കൊടുക്കുക. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. മരിക്കുമ്പോൾ ഈ ഒരു പ്രയാസത്തിലായിക്കൊണ്ട് മരിക്കരുത്. മരിക്കുന്നതോടുകൂടി ആളുകൾ തിരിച്ചറിയുന്ന അവസ്ഥ ഉണ്ടാകരുത്. വിവാഹം കഴിക്കുമ്പോൾ രഹസ്യമായിട്ട് വിവാഹം കഴിക്കുന്ന രീതി ഒഴിവാക്കുക. വിവാഹം കഴിക്കണമെങ്കിൽ ആളുകളെ അറിയിച്ചുകൊണ്ട് പരസ്യമായി വിവാഹം കഴിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്യമാക്കിയില്ല എന്നതുകൊണ്ട് ഒരാളുടെ വിവാഹം അസാധുവാവുകയില്ല. പക്ഷെ അത് കറാഹത്താണ്. മാത്രമല്ല ഈ കാലഘട്ടത്തിലാണെങ്കിൽ അതുകൊണ്ട് വേറെയും ഉപദ്രവങ്ങളുണ്ട്. അതുകൊണ്ട് അത് അങ്ങേയറ്റം ഒഴിവാക്കുക എന്നത് വേണ്ട കാര്യമാണ്. വല്ലാഹു അലം. ഇത്രയുമാണ് നിക്കാഹിൻ്റെ റുക്നുകളും ഷർത്തുകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ കൂടുതൽ മനസ്സിലാക്കാനും മറ്റുമെല്ലാം നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസ് മുതൽ, ഇതുവരെയുള്ള ചില ദർസുകളിൽ കൂടുതൽ ഫിഖ്ഹിയായ വിഷയങ്ങളാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസ് മുതൽ വിവാഹത്തിൻ്റെ ദിവസത്തിലുള്ള സുന്നത്തുകൾ, അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധത്തിൽ ഭർത്താവിനും ഭാര്യയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവകാശങ്ങൾ,
ഇത്തരം വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വിവരിക്കാനുണ്ട്. ഇത് നിങ്ങൾ ഇതിൻ്റെ ശരിയായ രൂപത്തിൽ പഠിക്കൽ ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. എന്താണ് ഭർത്താവിനുള്ള ബാധ്യത, എന്താണ് ഭാര്യയുള്ള ബാധ്യത? ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് ദാമ്പത്യ വിഷയം ചിലപ്പോൾ ക്ലാസ് എടുക്കുന്ന ആളുകൾ ചിലത് കൂട്ടി പറയും, ചിലത് തീരെ കുറച്ചും പറയും. ഇത് ദീനിൽ എന്താണോ പറഞ്ഞത് അതുപോലെ പറയാന്നുള്ളത് ആവശ്യമുള്ളൊരു കാര്യമാണ്. കൂട്ടിയിട്ടും പറയേണ്ടതില്ല, കുറച്ചിട്ടും പറയേണ്ടതില്ല. എന്താണോ അള്ളാഹു നിർബന്ധമാക്കിയത് പറയാം, എന്താണോ അള്ളാഹു ഹറാമാക്കിയത് പറയാതിരിക്കുക. ഇന്ന് ചില പറഞ്ഞ് ഇങ്ങോട്ട് ചില ആൾക്കാർ അല്ലെ അമ്മായിമ്മനോടും അവരോടൊക്കെ ഉള്ള മര്യാദ പറഞ്ഞ് അവസാനം അമ്മായിമ്മനാണോ കല്യാണം കഴിച്ചത് എന്ന് തോന്നിപ്പോവും. അങ്ങനെ പറഞ്ഞിട്ട് അമ്മായിമ്മനെ അങ്ങനെ നോക്കണം, അവർ നിൻ്റെ ഉപ്പയാണ്, അവർ നിൻ്റെ ഉമ്മയാണ്, അവരോട് നന്മ കാണിക്കേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്തും ദീനിൽ വാജിബായകാർ വാജിബായി പറയാം, ദീനിൽ സുന്നത്തായകാർ സുന്നത്തായി പറയാം. അള്ളാഹു ഒരു കാര്യത്തിന് വിധി കൊടുത്താൽ അതിനപ്പുറത്ത് പറയാൻ നമ്മളാളല്ല. ദാമ്പത്യ ബന്ധം ക്ലാസ് എടുക്കുമ്പോൾ പലർക്കും സംഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നാണിത്. അതേപോലെ തന്നെ ഭർത്താവിനുള്ള ബാധ്യത തീരെ പറയാതിരിക്കുക ഇന്നത്തെ കാലത്ത്. എന്തിനാ? ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. ഭാര്യ പറക്കട്ടെ, സ്ത്രീയുടെ സ്വപ്നങ്ങൾ അങ്ങനെ ആവട്ടെ, എന്നിട്ട് ബാക്കിയുള്ളവരുടെ കുടുംബം നശിക്കുക. ഇപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. നീ കല്യാണം കഴിച്ചതിന് ശേഷം അവളെ കെട്ടിയിട്ടിരിക്കുകയാണ്, നീ അവളുടെ സ്വപ്നം. അങ്ങനെ ഒരു വിഭാഗം കുറച്ച് ആൾക്കാർ. നേരെ തിരിച്ച് ഇപ്പുറത്ത് കുറച്ച് ആൾക്കാർ. എന്താണോ അള്ളാഹു ഒരു കാര്യത്തിൽ നിശ്ചയിച്ച് അത്ര പറയാം. അതുകൊണ്ട് ഈ വിഷയം പഠിക്കൽ അനിവാര്യമാണ്. രണ്ട് വിഭാഗം വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ ഇത് പഠിച്ചിരിക്കണം. കുട്ടികൾ ഇത് മനസ്സിലാക്കാതെ വിവാഹത്തിലേക്ക് പ്രവേശിക്കരുത്. ഒരിക്കൽ ഒരു ചങ്ങാതി ഭാര്യയെ തലാഖില്ലാൻ വേണ്ടിയിട്ട് കൂട്ടുകാരോട് ഞാനുള്ള തലാഖില്ലാമോ? എന്താ കാരണം? അനുസരണയില്ല. എന്താ അനുസരണയില്ലാത്തത്? ഈ കിടക്കൻ്റെ വിരിപ്പൊന്നും വിരിച്ചിടാൻ പറഞ്ഞാൽ വിരിച്ചിടുന്നില്ല. തലാഖിലുള്ള കാരണമാണത്. ഇതൊക്കെ ഒരു പെൺകുട്ടിയെ തലാഖിലുള്ള കാരണമാണിത്. വേറെ ചില ആളുകൾ വിവാഹം കഴിച്ച 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത്തൊരു കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താ? രണ്ടാമത്തെ കല്യാണം പെൺകുട്ടി ആകെ പേടിക്കുക, എന്നിട്ട് തലാഖാണ്. സഹോദരങ്ങൾ, വിവാഹത്തിലേക്ക് വിവേകത്തോടു കൂടി പ്രവേശിക്കുക. ഞാൻ ആരെയും പ്രയാസപ്പെടുത്താൻ വേണ്ടി ഇത് പറയുന്നു. വിവേകത്തിൽ പ്രവേശിക്കുക, വ്യക്തമായ ബയ്യനത്തോട് പ്രവേശിക്കുക. പ്രത്യേകിച്ച് ആൺകുട്ടികൾ ശ്രദ്ധിക്കണം, പെൺകുട്ടികൾ ശ്രദ്ധിക്കണം. നിങ്ങൾ രണ്ടൊരു ഓപ്പോസിറ്റ് ഭാഗങ്ങളിലുള്ള ആൾക്കാരായിട്ടാണ് ഈ ചേരാൻ പോകുന്നത്. നീ ആൺകുട്ടിയാണ്, അവൾ പെൺകുട്ടിയാണ്. നീ ചിന്തിക്കുന്ന പോലെ അവൾ ചിന്തിക്കുന്നത്. അതേപോലെ തന്നെ പെൺകുട്ടി മനസ്സിലാക്കണം, ആൺകുട്ടി അവൻ ആൺകുട്ടിയാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ തമ്മിൽ ഒരു എതിർ സ്വഭാവമുണ്ട്. പക്ഷെ ആ എതിർ സ്വഭാവങ്ങൾ കൂടുമ്പോഴാണ് അതിന് ഇമ്പമുണ്ടാകുന്നത്, അതിൽ ഭംഗി ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു പെണ്ണിനെ പോലെ ആണ് നടക്കുന്നതിലാണോ ഭംഗിയുള്ളത്? അല്ല. അല്ലെങ്കിൽ ആണിനെ പോലെ സ്ത്രീ ആവുന്നതിലാണ്? അല്ല. അപ്പോൾ ഭാര്യയ്ക്ക് കുറവുകളുണ്ടാകും, ഭർത്താവിന് കുറവുകളുണ്ടാകും, എല്ലാ കുറവും പരിഹരിക്കപ്പെട്ട ആൾക്കാരുണ്ടാകും. ഇത് അറിഞ്ഞുകൊണ്ട് വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാകണം. പ്രവേശിച്ചാൽ മാത്രമല്ല, ഇത് തുടർന്നു പോകുമ്പോഴും ഈ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം. ചില അഹ്മദ് ബിൻ ഹംബൽ അസറുകളിൽ വന്നതുപോലെ, എൻ്റെ ഭാര്യയ്ക്ക് ചില ദിവസങ്ങളിൽ ദേഷ്യമുള്ളത് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും, അന്ന് ഞാൻ അവൾക്ക് താന്നു കൊടുക്കാറുണ്ട്. എനിക്ക് ദേഷ്യമുള്ള ചില ദിവസങ്ങൾ അവൾക്ക് തിരിച്ചറിയാൻ സാധിക്കും, അന്ന് അവൾ എനിക്ക് താന്നു തരാറുണ്ട്. അല്ലാതെ നിൻ്റെ അവകാശമെല്ലാം നിനക്ക് പൂർണ്ണമായും കിട്ടുകയും വേണം, അതിലൊരു ദിവസം പോലും ഒരിക്കലും അവൾക്കൊരു വ്യത്യാസം വരുത്താൻ പാടില്ല എന്ന രൂപത്തിൽ പോയാൽ ദാമ്പത്യ ബന്ധം ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. വിട്ടുവീഴ്ചയിലാണ് ഇത് നിലനിൽക്കുന്നത്. ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്താൻ ഞാൻ അത്രയും പറഞ്ഞത്. വഹദാ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. സ്വല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.